തിരുവല്ല വള്ളംകുളത്ത് പണി കഴിപ്പിച്ച ഒരു വീടിന്റെ ഡീറ്റെയിൽസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബേ വിൻഡോ. ഒരുപാട് വീടുകളിൽ ചെയ്യുന്നതാണ് ഇതേപോലെയുള്ള ബേ വിൻഡോസ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു 60 സെന്റിമീറ്ററിന്റെ ക്യാൻഡിലിവർ ആയിട്ട് ഒരു സ്ലാബ് ചെയ്തു. 90 സെന്റിമീറ്ററിന്റെ വിഡ്ത്തിലാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ടാപ്പറായിട്ട് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്ത് ഇതിലേക്ക് താഴേക്ക് മുട്ടിച്ചിരിക്കുകയാണ്. അതിൽ നിന്നൊരു 40 സെന്റിമീറ്റർ അകത്തേക്ക് മാറ്റിയാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അകത്ത് നമുക്ക് സ്പേസ് കിട്ടും. ഇപ്പോൾ ക്യാൻഡിലിവറായിട്ട് സ്ലാബ് അടിച്ചതുകൊണ്ട് ആ രീതിയിലുള്ള സ്റ്റീൽ വർക്കൊക്കെ ചെയ്ത് ഫ്രെയിം വർക്ക് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രശ്നമില്ല. അകത്തൊരു 10 സെന്റിമീറ്ററിന്റെ പ്രൊജക്ഷൻ അകത്തോട്ടുമുണ്ട്. അകത്ത് സീറ്റിംഗ് കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേ വിൻഡോയുടെ ഏറ്റവും അട്രാക്ഷനായിട്ട് വരുന്ന അതേപോലെ തന്നെ കാര്യമാണ് ഇതിന്റെ ഫ്രെയിമും ഷട്ടറും. ആഞ്ഞിലി തടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. മേളിലത്തെ 2 ഓപ്പണബിൾ ആയിട്ട് സൈഡിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഓപ്പണിങ്, അതുപോലെ താഴെ മേളിലേക്ക് ഉയർത്താവുന്ന രീതിയിൽ ലോഫ്റ്റ് പോലെയുള്ള ഗ്ലാസ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ ലാറ്ററൈറ്റിന്റെ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളർ പെയിന്റ് ആ രീതിയിൽ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വിൻഡോ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതാണ് ഈ വിൻഡോയുടെ അകത്തു നിന്നുള്ള വ്യൂ. ഇതാണ് അതിന്റെ സീറ്റിംഗ് വരുന്നത്. ഈ കുറച്ചുകൂടെ അകത്തോട്ട് മാറ്റിയാണ് നമ്മൾ ഇതിന്റെ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. 40 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 10 സെന്റിമീറ്റർ ഇതിന്റെ പ്രൊജക്ഷൻ വന്നു. പിന്നെ ഈ പാനലിംഗ് കൂടെ ചെയ്തപ്പോൾ കുറച്ചും കൂടെ പ്രൊജക്ഷൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം മെറൈൻ പ്ലൈവുഡിലാണ് ഇതിന്റെ പാനലിംഗ് ചെയ്തിരിക്കുന്നത്.